നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗസ്റ്റാണ്. അത് നമുക്ക് സ്ക്രീനിൽ കൂടി തന്നെ കാണാം. ഹായ്, നമസ്കാരം ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. ഇപ്പൊ പുതിയ വല്ല പ്രൊജക്റ്റ് വല്ലതും ഉണ്ടോ? സത്യം പറയാലോ, ഇപ്പൊ സിനിമയും സീരിയലും ഒന്നും ഞാനിപ്പോ ചെയ്യുന്നില്ല. കുറച്ച് കാലമായി, 2-3 കൊല്ലമായിട്ട് ആണല്ലേ, കുറച്ച് മാറി നിൽക്കുകയാണ്. ഇപ്പൊ ഒരു പുതിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ അല്ലേ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അറിഞ്ഞു അല്ലേ? അതിപ്പോ ചേച്ചി വന്നപ്പോ തന്നെ ഒരു വശീകരണത്തിന്റെ സ്മെല്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ എത്രത്തോളം നല്ലതാണ് എന്റെ പെർഫ്യൂം എന്ന് മനസ്സിലായില്ല. അതായത് ദൂരെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ചേച്ചിനെ വശീകരണ ഒരു സ്മെല്ല് നമുക്ക് കിട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അതിന് വശ്യഗന്ധി എന്ന് പേരിട്ടിരിക്കുന്നത്. അതെ അല്ലേ? ഈ ഒരു പേര് ചേച്ചി ഇടാനായിട്ട് എന്താണ്? ഇത് തന്നെ ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു നിങ്ങള്. വന്നപ്പോ തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. അതെ അതെ, അതാണ് അത്രയും ആൾക്കാർ ചോദിക്കും. നമ്മളൊരു പെർഫ്യൂം ഇട്ട ഏത് മണമാണ് എന്ന് ചോദിക്കുന്നെങ്കിൽ അതിലൊരു വശ്യമുണ്ടെന്നല്ലേ. തീർച്ചയായിട്ടും. അതെന്റെ കുട്ടിക്കാലം തൊട്ട് എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് വേറൊരു പേരിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. മലയാള പേരിട്ടൊരു പെർഫ്യൂം ഇറക്കി, വശ്യഗന്ധി. അതൊരു നല്ലൊരു പേരാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ചേച്ചി, നമ്മുടെ ഈ വശ്യഗന്ധിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരെല്ലാവരും ചോദിക്കും, എന്താണ് മണം എന്ന് ചോദിക്കും. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. പിന്നെ ഇതെനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു മണമാണ്. എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ആ മണത്തിന് ഞാൻ പുതിയതായിട്ട് ഇപ്പൊ നമുക്ക് പെർഫ്യൂംസ് ഉണ്ടാക്കി തരുമല്ലോ, ഏത് കമ്പനിയോട് പറഞ്ഞു, അങ്ങനെ ഉണ്ടാക്കിച്ചെടുത്തതാണ് പെർഫ്യൂം. അപ്പം ചേച്ചി ഈ ഒരു പെർഫ്യൂം ഫീൽഡിലേക്ക് വരാനായിട്ടുള്ള എന്താണ് അതിൻ്റെ ഒരു കാരണം? അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ എന്നെടുത്താൽ മിക്കവാറും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പെർഫ്യൂം. നമ്മൾ ദൈവങ്ങളെ പോലും മണിയടിച്ച് അല്ലേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തിനാ ചന്ദനത്തിരി കത്തിക്കുന്നത്? തീർച്ചയായിട്ടും മണം ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള മണം നമുക്ക് ചുറ്റും ഉണ്ടാവുന്നതും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ദൈവത്തിന് ആ മണമുള്ളതും, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന് അല്ലെങ്കിൽ കാമുകന്, നമ്മുടെ വീടിന് ഒക്കെ ഇഷ്ടമുള്ള മണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ആ മണം ഇഷ്ടമുള്ള ഒരു സാധനം വേണം എന്ന് തോന്നി ബിസിനസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് പെർഫ്യൂം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് എത്ര വർഷമായി? വളരെ അടുത്താണ്. പെർഫ്യൂം ഞാൻ ഇറക്കിയത് 2022 ജൂൺ 14 എൻ്റെ പിറന്നാളായിരുന്നു. അന്നാണ് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം വശ്യഗന്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ചേച്ചിയുടെ ആ ഒരു ടൈമിന്, അത് ശരിക്കും ബർത്ത്ഡേ ടൈമിനാണ് ഈ ഒരു സാധനം നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കാൻ തുടങ്ങി അല്ലേ? അത് ആയല്ലോ, ഇപ്പോഴാണ് പച്ച പിടിച്ച് തുടങ്ങിയത്. എന്നാലും ഈ ഒരു പെർഫ്യൂം അടിക്കുമ്പോൾ ഉപയോഗിച്ച കസ്റ്റമേഴ്സിന് എന്താണ് അവരുടെ ഒരു ഫീഡ്ബാക്ക്? അയ്യോ, അതെന്റെ ഫേസ്ബുക്ക്, എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നരാടെന്ന് പറഞ്ഞ പോലെ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള കമന്റ്സ്, 1 മിനിറ്റിന്റെ വീഡിയോസ് ധാരാളം ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ മനസ്സിലാവും. ഒരാൾക്ക് 2 അഭിപ്രായം. അയ്യോ, എനിക്ക് പറയാൻ പേടിയാ, കണ്ണ് കിട്ടുമെന്നുണ്ട്. സത്യം, അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മണമാണ്. അതുപോലെ തന്നെ വശ്യഗന്ധിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ചേച്ചി ഇവിടെ വന്നിരുന്നിട്ടാണെങ്കിൽ ഞാനൊരു ശരിക്കും പറഞ്ഞാൽ എവിടെ ഒരു അമ്പലത്തിൽ ഇരിക്കണ പോലെ ഒരു ശരിക്കും ഒരു ഭക്തിപരമായിട്ട് ചിലരൊക്കെ അങ്ങനത്തെ ഒരു മണമാണ് അല്ലേ? അതൊരു പ്രത്യേകതയാണ്, ഭക്തി ഉണ്ടാക്കുന്നത്. അത് ശരിക്കും ചേച്ചിയുടെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. ചേച്ചിനെ പോലെ തന്നെയാണ് വശ്യഗന്ധി അത് അല്ലേ? അതുപോലെ തന്നെ ഈ പെർഫ്യൂം ഉപയോഗിക്കുന്ന എങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്? മണം ഇഷ്ടമുള്ള എല്ലാവരും വശ്യഗന്ധി ഉപയോഗിക്കും. പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, സ്ത്രീകൾക്കാണ് കൂടുതലും ചേരുന്നത്. ഇതിപ്പോൾ രണ്ടുപേർക്ക് ഉപയോഗിക്കാവുന്നതെന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ പുരുഷന്മാർ മിക്കവാറും
ഇതുപോലെ കുർത്തയും മുണ്ടും ആ ടൈമിന് അതിലിടുമ്പോ ഈ മണം ഇഷ്ടപ്പെടുന്നു എന്നാണ് പല പുരുഷന്മാരെന്നോട് പറഞ്ഞത്. സ്ത്രീകൾക്ക് ഇന്നതെന്നില്ല, ജോലിക്ക് പോകുന്നവർക്കും അമ്പലത്തിൽ പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും ഒക്കെ ഇഷ്ടമാവുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണിത് ശരിക്കും പറഞ്ഞു. ഇത് എത്ര ടൈം വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഈ ഒരു 8 മണിക്കൂർ നിൽക്കും. 8 മണിക്കൂർ. കാരണം ഇപ്പൊ ഇന്ന് നമ്മൾ വൈകുന്നേരം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇത് അടിച്ചിട്ട് ആ ഡ്രസ്സ് അല്ലെങ്കിൽ ഷർട്ട് നിങ്ങൾ അവിടെ ഇട്ടേക്ക് പിറ്റേ ദിവസം രാവിലെ നനയ്ക്കാൻ എടുക്കുമ്പോൾ അതിൽ മണം ഉണ്ടാവും. അത് ഞാൻ വാക്ക് തരുന്നു, ആ മണം 8 മണിക്കൂർ നിൽക്കും നല്ലപോലെ. അല്ല, നമ്മൾ അത്ര ഒരു സാധനം കൊടുക്കുമ്പോൾ ചേച്ചി ഈ ഒരു പ്രസ്ഥാനമായിട്ട് പോകുന്നില്ല. ശരിക്കും പറഞ്ഞ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ചേച്ചി നോ കോംപ്രമൈസ്. ഇത് ഓയിൽ കണ്ടന്റ് കൂടുതലാണ്, ഒരു ചെറിയൊരു ഗ്രീനിഷ് കളറുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും ഇത് വൈറ്റിലടിച്ചാല് വൈറ്റ് തുണിയിലെ കളർ സ്കിന്നിൽ അടിക്കാമോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഉത്തരം പറയുകയാണ്, ഞാൻ പോലും ഒരു പെർഫ്യൂമും ഞാൻ സ്കിന്നിൽ അടിക്കാറില്ല. സത്യം പറയാമല്ലോ, എനിക്ക് എന്നെ വിശ്വാസമാണ്, എൻ്റെ പെർഫ്യൂമിനെയും വിശ്വാസമാണ്. പക്ഷെ ഞാൻ അടിക്കാറില്ല. നമ്മുടെ സ്കിന്നിലെ തുണിയിലേ ഞാൻ അടിക്കാറുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ വെള്ള തുണിയിൽ ചിലപ്പോൾ ഇതുപോലെ നിറം വന്നോന്ന് വെച്ചാൽ സോപ്പിട്ട് കഴുകിയാൽ അത് പോയിരിക്കും 100%. അല്ല, ഓയിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഈ മണം നിൽക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ ഒരു ഇപ്പൊ ഈ വശ്യഗന്ധി ഒരു ഇത് മാത്രമുള്ള, അതായത് ഒരു പാറ്റേൺ ഒരു മണം മാത്രമേ ഉള്ളൂ. ഒരു 100 ml ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ചിലർ ചോദിക്കുക സാമ്പിൾ തരുമോ, ചെറിയ കുപ്പിയുണ്ടോ, 50 ഉണ്ടോ, 25 ഉണ്ടോ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആകെ ഒരെണ്ണം, ഞാനും തുടക്കക്കാരിയല്ലേ ഈ ഒരു ബിസിനസ്സിൽ. അപ്പൊ ഞാൻ ആദ്യം തന്നെ 100 വെച്ച് 100 ml ഒരു വിശ്വാസത്തിൽ അങ്ങ് തുടങ്ങിയതാണ്. പക്ഷെ അത് സക്സസ്ഫുൾ ആയി. എല്ലാവർക്കും അത് ഉപയോഗിച്ചവരാരും ചെറുത് വേറെ തരുമോ എന്ന് ചോദിച്ചിട്ടില്ല. രണ്ടാമത് മേടിക്കുക, മൂന്നാമത് മേടിക്കുക, അങ്ങനെയുള്ളൂ. അല്ല, ഇത് ശരിക്കും ലൈഫുള്ള സാധനമാണെങ്കിൽ ആൾക്കാർ അത് വീണ്ടും വീണ്ടും അതല്ലേ വായിക്കുള്ളൂ അല്ലേ? ശരിക്കും ഒത്തിരി മറ്റേ പെർഫ്യൂം കമ്പനീസ് ഉണ്ട് അല്ലേ? എനിക്ക് അതാണ്, നമുക്ക് സൽവാറോ സാരിയോ ആണെങ്കിൽ നമുക്ക് ഇതിൽ നോക്കി പടം കണ്ടിട്ട് വാങ്ങിക്കാം. ഇത് എങ്ങനെ വാങ്ങിക്കും? പണം ഒരു വിശ്വാസമാണ്, പിന്നെ എന്നോടുള്ള ഒരു വിശ്വാസം ഉണ്ടാവും, എന്നെ അറിയാവുന്നവർക്ക്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു കാര്യം തന്നെ കേട്ടോ. ഓരോരുത്തരും അത് വാങ്ങിയിട്ട് നല്ല കമന്റ്സ് എഴുതുമ്പോൾ ഞാൻ വിചാരിക്കും, ഈശ്വര, ഓരോരുത്തരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും നന്ദി, ശരിക്കും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാകും. ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ വീഡിയോ എടുത്ത് അയക്കും. അതായത് സിനിമയിലുള്ളവർ ഒരുപാട് പേര് ഉപയോഗിക്കും, പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമയിലും ഒന്നുമില്ലാത്ത വളരെ സാധാരണ എന്നെ ഇഷ്ടമുള്ളവരോ അല്ലെങ്കിൽ മണം ഇഷ്ടമുള്ളവരോ ആയിരിക്കാം, അവര് നല്ല ഇതിങ്ങനെ കമന്റ്സ് അയക്കും. എന്തൊരു സന്തോഷമാണ്. അല്ല, അത് തന്നെ ചേച്ചിക്ക് ഒരു ശരിക്കും പറയാം, ഇത് പറയുമ്പോ തന്നെ ചേച്ചിയുടെ മനസ്സിൽ തന്നെ അല്ലേ? ചേച്ചി ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ, ആരാണ് ഈ പെർഫ്യൂം കണ്ടുപിടിച്ചത്? നല്ല ചോദ്യമാണല്ലോ, എന്നെ ഒന്ന് പരീക്ഷിക്കാൻ അല്ലേ? തീർച്ചയായിട്ടും. പെർഫ്യൂം കണ്ടുപിടിച്ചത് ഒരു സ്ത്രീയാണ്. തപ്പൂട്ടി എന്നാണ് അവരുടെ പേര്. മെസപ്പൊട്ടേമിയ എന്ന് പറഞ്ഞ രാജ്യത്തൊന്നും. ഇന്ത്യയിൽ ആരാണ് ഈ പെർഫ്യൂം കണ്ടുപിടിച്ചത്? എന്താണ് ചോദ്യോത്തര പങ്കിയോ? അത് ശരിക്കും പറഞ്ഞ ചേച്ചി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, നമ്മളുടെ കസ്റ്റമേഴ്സിന് അറിയണം. അതെ, ഇന്ത്യയില് വരാഹമിഹിരൻ ആണ് പെർഫ്യൂം കണ്ടുപിടിച്ചത്. ഗന്ധശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വശ്യഗന്ധിയില് എത്ര പ്രാവശ്യം ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും? എത്ര പ്രാവശ്യം? എത്ര സ്പ്രേ കിട്ടുന്നതായിരിക്കും. ഞാൻ 100 ml ഒരു ബോട്ടിലാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിൽ 1000 സ്പ്രേ ആണ് കിട്ടുക. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് നിങ്ങൾ അടിച്ച് പിന്നിച്ച് രാവിലെ തീർന്നു പോകും, അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടൊക്കെ അടിച്ചാൽ മതി. അത് ചേച്ചി ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ടല്ലോ 8 മണിക്കൂർ കിട്ടുമെന്ന് അല്ലേ? അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 1 ടൈം അടിച്ചാൽ മതി അല്ലേ? ചേച്ചിയുടെ ഗ്യാരണ്ടി ഉണ്ടോ? നമ്മുടെ പ്രേക്ഷകരാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വിശ്വാസമാണ് ഈ വശ്യഗന്ധി അല്ലേ? ഓരോ ദിവസം അടിച്ചത് അല്ല, പക്ഷെ ഞാൻ അതിനു മുമ്പ് തീർന്നു പോയാൽ അത് ഓരോരുത്തർ യൂസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കണ്ടന്റും കാര്യങ്ങളൊന്നും ചോദിക്കില്ല, അത് സീക്രട്ട് കാര്യങ്ങളാണ് ചേച്ചിയുടെ അല്ലേ? എന്നാലും മറ്റേ ചന്ദനവും കസ്തൂരിയൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ അതിന്റെ ഒരു മണത്തിന്റെ കൂട്ട്. അതായത് ചേച്ചി തന്നെയാണ്
ഇതിന്റെ ഫുൾ, അതായത് ഇതിന്റെ പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം എന്റെ ഇഷ്ടങ്ങളും കുറച്ച് സാധനങ്ങൾ, പിന്നെ പെർഫ്യൂം അവരുണ്ടാക്കുന്നവര് പറഞ്ഞു തന്നെ. അല്ല, എന്നാലും നമ്മളെ ആ കുറച്ച് സീക്രട്ട് കാര്യങ്ങളുണ്ട് അതെ അല്ലേ, അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അല്ലേ ഒന്നാമത്തെ ഇപ്പൊ ഈ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂജൻ കാലഘട്ടമാണല്ലോ അല്ലേ ശരിക്കും. ന്യൂജൻ പിള്ളേര് കുറെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചു വരുന്നത്, ന്യൂജൻ കാലഘട്ടത്തിൽ പിള്ളേർക്ക് അത് ഇഷ്ടപ്പെടാറുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേര് മാത്രമല്ല, ഒരു ആ വീക്ക് കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നതേ കൂടുതലും ഈ വീട്ടമ്മമാര് അങ്ങനെയുള്ളവർക്കാണെന്ന് തോന്നുന്നു കൂടുതൽ ഇഷ്ടം. അവരാണ് നല്ല കമന്റ്സ് പറഞ്ഞ് എനിക്ക് അയക്കുന്നത്, വീട്ടമ്മമാരാണ് കൂടുതലും. പ്രത്യേകിച്ച് എന്താ സംഭവം എന്നറിയോ, എന്റെ പേര് പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെർഫ്യൂമിന്റെ മണവും. ഇപ്പൊ നമ്മളിവിടെ ഇരുന്നിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഇരുന്ന് പോവും, അത്രയ്ക്ക് ശരിക്കും ഇവിടെ അതെ ശരിക്കും അതെ ആ ശരിക്കും ഇതിലേ പോയത് വസന്തം. അതെ അതെ. പിന്നെ എന്നുണ്ടെങ്കിൽ ചേച്ചി ആ ഒരു പെർഫ്യൂം അടിച്ചിട്ട് വന്നേക്കണോണ്ട് അവിടെ നിന്ന് വരുമ്പോ തന്നെ ഈ ഒരു സ്മെല്ലിനോട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മളെ ഇവിടെ ഇരിക്കുമ്പോ തന്നെ നല്ലൊരു ഈ പ്രദേശം കംപ്ലീറ്റ് ഈ സ്മെല്ലാണ് അല്ലേ. ടോട്ടലി പെർഫ്യൂംസ് എല്ലാം ഒരു ബിസിനസ് എന്ന് പറയാൻ എല്ലാം ബിസിനസ് ആണല്ലോ, ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ് ഈ ഒരു പെർഫ്യൂം. പല സ്ഥലങ്ങളിലും നമ്മൾ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ ഇത് 8 മണിക്കൂറൊക്കെ 2 ദിവസം നിൽക്കും. നിങ്ങൾ ഷർട്ട് അലക്കിയാലും അല്ലെങ്കിൽ ഡ്രസ്സ് അലക്കിയാലും നമ്മളത് ആ സ്മെല്ല് നിൽക്കുന്നത്. ചേച്ചിക്ക് എങ്ങനെ ഈ ഒരു 8 മണിക്കൂർ നിൽക്കും എന്നുള്ളത് എങ്ങനെ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റും നമ്മുടെ? അതെനിക്ക് വായോണ്ട് പറയാനേ പറ്റുള്ളൂ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയൂ. നിന്നില്ല ഇത് 1 മണിക്കൂർ നിന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പെർഫ്യൂം എന്ന് പറയുന്ന സാധനം മണമാണ്. തീർച്ചയായിട്ടും ഈ മണം എന്ന് പറയുന്ന സാധനം നമുക്ക് ശീലമാവും. അത് എൻ്റെ ഒരു ക്ലാസ് ആട്ടെ, എൻ്റെ ഒരു ലെസണായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതൊരു ശീലമാണ്. എനിക്കിപ്പോൾ വശീകന്തിയുടെ മണം കിട്ടില്ല, അതറിയും. തീർച്ചയായിട്ടും എനിക്കത് ശീലിച്ചു പോയി. ഇതേ മണമല്ലേ ഞാൻ അടിക്കുന്നത്. അപ്പൊ അയ്യോ എനിക്ക് എന്ത് ഇതിന്റെ മണം അറിയില്ലല്ലോ, എന്റെ മൂക്കിന് എന്തോ കുഴപ്പമുണ്ട്, ഇത് ആദ്യത്തെ മണമല്ല, അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷൻ വരും. പക്ഷേ അത് ആ പെർഫ്യൂം ഉണ്ടാക്കുന്ന ആളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. നമുക്ക് എല്ലാ മണങ്ങളും ശീലമാവും. അതേസമയം നമുക്ക് കാപ്പി മണം ശീലമാവില്ല. ഇന്ന് രാവിലെ കാപ്പി കുടിച്ചാലും നാളെ രാവിലെ കാപ്പി കുടിക്കുമ്പോൾ കാപ്പിയുടെ മണം നമുക്ക് കിട്ടും. അതെന്താണ്? അതാണ് പെർഫ്യൂമും കാപ്പിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു പെർഫ്യൂം കടയിൽ പോകുമ്പോ കാപ്പിക്കുരു മണക്കാൻ തരും അല്ലേ? ആ കാപ്പിക്കുരുവിന്റെ മണത്തിന് മാത്രമേ അത് പ്രത്യേകതയുള്ളൂ. പെർഫ്യൂം നമുക്ക് ശീലമാവും, പക്ഷെ കാപ്പിക്ക് നമുക്ക് എപ്പോ കുടിച്ചാലും ആ മണം കിട്ടും, കാപ്പിയുടെ മണം. അത് രാവിലെ കുടിച്ചാലും ആ കാപ്പിയുടെ മണം എന്ന് പറഞ്ഞത് കാപ്പിയുടെ മണം. പെർഫ്യൂം പക്ഷെ നമുക്ക് ശീലമാവും. അത് ശരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ നമ്മള് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു വീട്ടില് നമ്മള് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു സ്മെല്ലുണ്ടാവും അല്ലേ, ചിലപ്പോ ബാഡ് സ്മെല്ലുണ്ടാവും, ഇതുണ്ടാവും ഏത് സ്ഥലം. പക്ഷെ പുറത്തുനിന്ന് ഒരു വ്യക്തി വരുമ്പോ പെട്ടെന്ന് അത് ഫീൽ ചെയ്യും. അതെ, ശരിക്കും ആ ഫീൽ തന്നെയാണ് നമുക്ക് ഇപ്പം പുറത്തുനിന്ന് ഒരു ആള് ആദ്യമായിട്ട് വരുമ്പോഴാണ് അതിന്റെ ഒരു ഫീൽ മനസ്സിലാക്കുന്നത് അല്ലേ. ഫിലിം ഫീൽഡിലുള്ള അവരുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണ് വശീകരണത്തെ കുറിച്ച്? അത് ഈ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ വീഡിയോസിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ചേച്ചി 15 കൊല്ലമായിട്ട് പരിചയമുണ്ട്, 25 കൊല്ലമായിട്ട് പരിചയമുണ്ട് എന്ന് പറഞ്ഞവരൊക്കെ ഈ മണത്തിനെ കുറിച്ച് പറയും. അപ്പോൾ എത്ര കാലമായിട്ട് ഈ മണം ഉണ്ടെന്ന് ആലോചിച്ചോളൂ. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. നമ്മുടെ നരേന്ദ്രപ്രസാദ് സാറുണ്ടല്ലോ, പ്രസാദ് സാർ ഒരിക്കൽ തിയേറ്ററിൽ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങോട്ട് തിരിഞ്ഞ് മൈക്കിൽ നോക്കി സ്ക്രീനിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നിലുള്ള വാതിലിൽ ഇങ്ങനെ കടന്ന് പതുക്കെ വാതിൽ തുറന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ പ്രസാദ് സാർ അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, ഊർമിള വന്നുവല്ലേ, മണം കിട്ടി. അത് വല്ലാത്തൊരു അല്ലേ, പുറയിലത്തെ വാതില് തുറന്നതിന്റെ ഞാൻ കിടന്നതിന്റെ മണം അവിടെ കിട്ടി പുള്ളിക്ക്. അതൊരു തമാശ. അതെ അതെ. അതേപോലെ തന്നെ വേറൊരു കേസിട്ടുണ്ടായിരുന്നല്ലോ ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയുടെ ഒരു കാര്യം കൂടി. അത് പറയണ്ട. അല്ലാതെ അതൊരു നമ്മള് വായിച്ചറിഞ്ഞായിരുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ. സുരേഷ് ഗോപി നല്ല സുഹൃത്താണ് കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനും സുരേഷും കൂടെ കുറെ പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ മരിക്കാൻ കിടക്കുന്ന രംഗമാണ് എന്തായാലും. അപ്പോൾ സുരേഷ് അടുത്ത് വന്ന്, ഇനിയെങ്കിലും ആ സത്യം പറയൂ അമ്മേ,
എന്നൊക്കെ പറയുന്ന ഒരു സീനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് വന്ന് ഇങ്ങനെ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കരഞ്ഞോണ്ടൊക്കെയാണ്. അപ്പോൾ എന്നോട് ചോദിക്കുക, ഇത് ഏത് പെർഫ്യൂമാണ് ഇട്ടിരിക്കുന്നത്, നല്ലൊരു മണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ഞങ്ങളുടെ ഒരു കുടുംബ കൂട്ടാണിത് എന്ന് പറഞ്ഞു. അതിങ്ങ് തരുമോ എനിക്ക് എന്ന് വെച്ചു. നമ്മൾ അയ്യോ അത് തരില്ല, അത് സീക്രട്ടാണ്, അത് ഞങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ, ഞങ്ങൾ പുറത്തൊന്നും അത് കൊടുക്കുന്നില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ട് തിരിഞ്ഞിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് സുരേഷിൻ്റെ കയ്യിൽ പെർഫ്യൂം. ഞാൻ വിചാരിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന്. സുരേഷ് അപ്പം തന്നെ അസിസ്റ്റന്റ്, അന്ന് തോമാച്ചനാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു, അതെ ഊർമിളയുടെ അസിസ്റ്റന്റ് ആ പെണ്ണ് അവിടെ ഇരിപ്പുണ്ട്, അവളുടെ അടുത്ത് പോയിട്ട് ആ പെർഫ്യൂം കയറാൻ പറ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയുടെ അടുത്ത് പോയി പറഞ്ഞത്, ചേച്ചി പെർഫ്യൂം ചോദിക്കണോ, അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ കുട്ടി ഉടനെ എടുത്തു കൊടുത്തു. അത് നേരെ സുരേഷിൻ്റെ കയ്യിലെത്തി. സുരേഷ് പോക്കറ്റിലിട്ടോണ്ട് പോയി. ഇതിന്റെ മാർക്കറ്റിംഗ് രീതികൾ എങ്ങനെയാണ് ചേച്ചി? ഈ വശ്യഗന്ധി കിട്ടുന്നത് എവിടെയാണ്? വശ്യഗന്ധി ഞങ്ങൾ സ്ഥിരം ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരു കടയിലോ ഒരിടത്തോ വീട്ടിൽ വന്നാൽ പോലും കിട്ടില്ല. ഓൺലി കൊറിയർ സർവീസാണ്. കൊറിയറിൽ അയച്ചു കൊടുക്കും. അപ്പം ഞാൻ ഈ ഇടുന്ന വീഡിയോസിലൊക്കെ താഴെ വാട്സപ്പ് ഫോർ വശ്യഗന്ധി ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ്. പുള്ളിയാണ് ഇത് നോക്കുന്നതും അത് കൃത്യമായിട്ട് കൊറിയർ അയക്കുന്നതും അതിൻ്റെ ട്രാക്കിംഗ് ID നോക്കുന്ന എല്ലാം ചെയ്യുന്ന പുള്ളിയാണ്. എന്നാലും ഇനി വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ, വെറുതെ വിളിക്കും, വില എത്രയാ അതെന്ന്. അപ്പം പുള്ളി ഫോൺ മിക്കവാറും സൈലൻറ്റില്ല, എടുക്കുകയില്ല. അതുകൊണ്ട് വാട്സപ്പ് തന്നെ അയക്കണം. വാട്സപ്പിൽ ചോദിച്ചാൽ ഞങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്താണ് വില, എത്ര ml ഉണ്ട്, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നത്. ഈ Paytm അല്ലെങ്കിൽ GPay ചെയ്യുന്നതിൻ്റെ ഒരു അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡ്രീം മീഡിയ ചാനലിൽ തന്നെ ഇത് താഴെ തന്നെ നമ്പർ, അതെ ഞാനൊന്ന് പറഞ്ഞേക്കാം എന്തായാലും. 98460 പണ്ടത്തെ നമ്പറാണ്, 45954 98460 45954. വാട്സപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. വാട്സപ്പ് ചെയ്താൽ മാത്രമേ മറുപടി വരുള്ളൂ. പിന്നെ ഇന്ത്യയുടെ അകത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ, പുറത്തേക്ക് അയക്കും. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഫുള്ളുണ്ട്. അല്ല ശരിക്കും പറഞ്ഞ പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർ അവരെ നാട്ടിൽ വരുമ്പോ അങ്ങനെയൊക്കെ മേടിച്ചിട്ട് പോവാറുണ്ടല്ലേ? അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എത്ര നേരം ചേച്ചി വശ്യഗന്ധിയെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു. പെർഫ്യൂമിനെ കുറിച്ചും പെർഫ്യൂം ഉണ്ടാക്കുന്നതും അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും പുതിയ പുതിയ ബിസിനസ്സുകളിലേക്ക്, എന്താ പറയുക, പുതിയ പുതിയ ബ്രാൻഡുകൾ. ഇപ്പൊ ഇത് ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്താ ചേച്ചിയുടെ? തീരുമാനിച്ചില്ല. പ്ലാൻസ് ഒന്നും ഉണ്ടെങ്കിൽ തന്നെ പറയരുതെന്നാണ് പറയുക. പുറത്ത് മിണ്ടാൻ പാടില്ല. മിണ്ടായി കഴിഞ്ഞാൽ അതൊരു പക്ഷെ എനിക്ക് നിങ്ങളോടാണ് താങ്ക്സ് പറയേണ്ടത്. എനിക്ക് അത്രയും പബ്ലിസിറ്റി കിട്ടിയില്ലേ ഈ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ. ഒരുപാട് പേര് അന്വേഷിക്കുമല്ലോ. ഇത് മൗത്ത് ടു മൗത്ത് ആയിട്ടാണ് മുഴുവനും പബ്ലിസിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കൊരു ബിസിനസ് നമ്മള് ഇപ്പൊ ചേച്ചിയുടെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വശ്യഗന്ധി നമ്മള് എന്താ വശീകരിച്ച് നമ്മളിവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ചേച്ചിനെ കാണാനും അല്ലേ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പെർഫ്യൂമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. വശ്യഗന്ധി ഓൺലൈനിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിന് താഴെ കൊടുക്കാറുണ്ട്, എല്ലാ വീഡിയോസിൻ്റെ താഴെയും കൊടുക്കാറുണ്ട്. 98460 45954. അതാണ് വാട്സപ്പ് നമ്പർ. വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, അതിൽ എത്രയധികം പെർഫ്യൂം ഉണ്ട് എന്ന കാര്യങ്ങളെല്ലാം അതിൽ എഴുതി വരും കേട്ടോ. ഇതാണ് വശ്യഗന്ധി. മനോഹര മഹാമന്ത്ര